വസ്ത്രം ധരിച്ചതുമേ ഭൈരവനാകും എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. Nirajadas and Sudhi Jain also kindly come to the stage, please. Drone ഒന്ന് മാറ്റിയിരിക്കണേ പ്ലീസ്. ശിവരിക്കാവിലെ ആ വിളക്ക് ഇവിടെ വീണ്ടും കത്തുകയാണ്, തെളിയുകയാണ്. 100 കോടി ക്ലബിൽ കയറിയ. A round of applause, please, for Anila Rajiv. Wonderful tracks. 2018 ദിപുവിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു ഫോൾഡറിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു കിളി എന്നുള്ള സോങ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് വൈറലാവുമെന്ന്. അതേപോലെ വൈറലായി. അതോടൊപ്പം എനിക്കൊരു പുതിയ ടോൺസും കാര്യങ്ങളുള്ളൊരു മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ കിട്ടി. അതിൻ്റെ സോങ്സും ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫിലിമിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. താങ്ക് യു ദിപു, താങ്ക് യു. നമ്മുടെ അടുത്ത പ്രോജക്റ്റുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. Shinibo Dinan, Nenan Thomas. And the artist crew of ARM, actors crew വിലുള്ളവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ജോയിൻ ചെയ്യുക. ജിതിൻ പുത്തഞ്ചേരി, അനീഷിനൂടെ കണ്ടായിരുന്നു. കറക്റ്റ് അനീഷ്. എല്ലാവരും വെട്ടത്തിന്റെ ഇതില് അടുത്തായി മലയാളത്തിലെ പ്രിയ ചലച്ചിത്ര നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായ ശ്രീ ബി രാകേഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായി മലയാളത്തിലെ പ്രിയ ചലച്ചിത്ര നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായ ശ്രീ ബി രാകേഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇതില് മേക്കപ്പിന്റെ കാര്യത്തിൽ തന്നെ വൈകിട്ട് ഒരു വലിയ സിനിമയുടെ വിജയാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു നല്ല നിമിത്തമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. താങ്ക് യു ലിസ്റ്റിൻ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലിസ്റ്റിൻ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ബിസിനസ് പരമായി വിജയിച്ച സിനിമകളും കലാമൂല്യമായ സിനിമകളും എത്രയോ സിനിമകൾ. പക്ഷേ ഈ സിനിമ ഇത് എടുത്തു
പറഞ്ഞാൽ ഇങ്ങനൊരു പാട്ടില് നിങ്ങളൊക്കെ വിഷ്വല് വരാന്ന് പറഞ്ഞാല് താങ്ക് യു സോ മച്ച്. ARM ഇത്രയും വലിയൊരു സക്സസ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. സോ ആ സോങ്ങിന്റെ ആകുന്നേ യോഗിയായി നടന്നതുമേ. ഡയറക്ടറാണ് നിഴൽ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോ ബേസ്ലൈറ്റിന്റെ ഒപ്പം ഞാൻ സിനിമ പഠിക്കുന്ന സമയത്ത് രാത്രി എഡിറ്റിംഗ് ചെന്നിരിക്കുന്ന സമയത്ത് സിനിമ പഠിപ്പിച്ചു തന്നത് ഒരാൾ അപ്പുവാണ്. താങ്ക് യു അപ്പു, ഈ സിനിമയുടെ ഭാഗമായതിന് താങ്ക് യു. Thank you so much. Once again, Appu and Bhatidri. അപ്പൊ രണ്ടു പേർക്ക് സംസാരിക്കാത്തോ? അപ്പൊ അങ്ങനെ സംസാരിക്കാതെ എങ്ങനെ പോകും? ഇല്ല, അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. ജിത്തിനിച്ചിറ തള്ളിയല്ലോ, അപ്പൊ അത് മതിയെന്ന് തോന്നുന്നു. എന്തായാലും ഈ പടം എനിക്ക് തോന്നുന്നു ഈ 3 പേരുടെയും ആണ്. എനിക്ക് തോന്നുന്നു വേറെ ആരെക്കാളും അത് ഈ 3 പേരുടെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കാരണം ഇത്രയും ടൈം എടുത്ത് ഈ പടം ചെയ്യുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരൊന്ന് ഡിപ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഇറക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവര് തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ. ഇവരുടെ ആണ് എനിക്ക് തോന്നുന്നു ഇവരാണ് ARM. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോ ഒരു പറ്റം പുതിയ സിനിമ മോഹമായിട്ട് നടക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമായത്. രണ്ട് വാക്ക് സംസാരിക്കാൻ എഡിറ്റർ സംസാരിക്കണം. ജിതിനും സുജിത്തേട്ടനും ടോവിയൊക്കെ എന്നോട് കാണിച്ചിട്ടുള്ള വിശ്വാസം പടം ഈ അവസ്ഥയിൽ എനിക്ക് എടുക്കാൻ പറ്റിയത്. കാരണം ഒരുപാട് വട്ടം ഇതിൻ്റെ ഓർഡറും സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പടത്തിൻ്റെ. പക്ഷെ നോർമലി അത്ര ആൾക്കാർ സമ്മതിക്കാറില്ല. പക്ഷെ ഇത് രക്ഷപ്പെട്ടിട്ട്. Thank you, Shamir bro. A round of applause for the extremely talented Shamir Mohammed. സ്വാഗതം ചെയ്യാണ്. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. A round of applause to the extremely talented Mala Parvati.
controller, Harshan and Prince Raphael. Harshan Badari, Prince Raphael. ഷൂട്ടിന്റെ സമയത്ത് പ്രിൻസും പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് ഹർഷേട്ടനും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ സിനിമ വളരെയധികം മുന്നോട്ട് പോയതും തടസ്സങ്ങളൊക്കെ ഒരുപാട് മാറ്റാൻ പറ്റിയതും. താങ്ക് യു രണ്ടുപേർക്കും. അവർ രണ്ടുപേരുടെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിനിമയാണ് ഞാൻ. Thank you, Jithin. Memento. And next, project designer, Mr. Badshah NM. Once again, Mr. Badshah NM. Thank you so much. ഈ സോങ് എന്റെ കൂടെ പാടി വളരെ വലിയ ഹിറ്റാക്കിയ ഹരിശങ്കറിന് ഒരു സ്പെഷ്യൽ മെൻഷൻ. അതിവിടെ എത്തിയിട്ടില്ല. താങ്ക് യു ഹരി. Thank you so much. വെൽ, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ഈ നിൽക്കുന്ന സ്റ്റേജിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വിളക്ക്. ഇത് ചിയോതിക്കാവില് അവിടെ ഇതിനു വേണ്ടിയായിരുന്നോ ഈ സിനിമ, അവിടെ തന്നെ യൂസ് ചെയ്ത അതേ വിളക്കാണ് ഇവിടെ. ഈ വിളക്കിലെ തിരികൾ ഇവിടെ റെഡിയാണ്. അതിലെ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ആ സിനിമ എന്തിനു വേണ്ടിയായിരുന്നോ അതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ നടക്കുന്ന ഈ ഒരു അവസരത്തില് അതിൽ തന്നെ തിരികൾ കത്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വേദിയെ കുറച്ചും കൂടി സമ്പന്നമാക്കാൻ പോവുകയാണ്, ഒരു ആഘോഷമാക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേളുവും മണിയനും അജയനും ഒക്കെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും അഡ്വഞ്ചറായ ആ ഒരു സിനിമ തന്നത് A round of applause, please, for Anila Rajiv. Deepak Jeevan.
ടോവിനേക്കാളൊക്കെ മുമ്പേ വന്ന ആളാണ്. പക്ഷെ എന്താ പറയാ, ടോവിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ടോവി ഇന്ന് ഇവിടെ കൊടുക്കുന്ന മൊമെന്റോയും ഈ ചേർത്തി വിളക്കിന്റെ മിനിയേച്ചർ രൂപമാണ്. ഇതാണ് ഇന്ന് ടേക്ക് അവേ ആയിട്ട് ഇതിന്റെ സ്നേഹോപഹാരമായിട്ട് മാജിക് ഫ്രെയിംസിൽ നിന്ന് ഇവിടെയുള്ള ഓരോ കലാകാരന്മാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടെക്നീഷ്യൻസിനും കിട്ടുന്നത്. അതും ഇതും സെയിം തന്നെയാണ്. അതാണ് നല്ല രസം. ഇത് ഈ വിളക്ക് എല്ലാവരും വീട്ടിലേക്ക് തന്നെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകുന്നു എന്നുകൊണ്ട് ഒരു ഗംഭീര ഇതാണ്. താങ്ക് യു. എല്ലാവരും തിരിച്ച് അവരവരുടെ സീറ്റുകളിൽ തന്നെ ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെമന്റോസ് ഉണ്ട്, അപ്പം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടോവി എല്ലാവരും വീണ്ടും വരും. ഇതൊരു ക്രൗഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. I request everyone to get back to their same seats. Thank you so much. അഭിമാനിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു ടോവി ഫോർ അനദർ ഹിറ്റ്. ഈ ഒരു ട്രിപ്പിൾ റോൾ വിത്ത് സോ മച്ച് ഓഫ് ഡെഡിക്കേഷൻ, ഇത്രയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും ഒരു എനിക്ക് തോന്നുന്നു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടൻ ഇപ്പം പ്രസന്റിൽ വി ഹാവ് വെരി ഫ്യൂ. വേറൊന്നുമല്ല, ഇന്ന് പുതിയ സിനിമ ഞാനും സണ്ണി വെയിനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന സാഹസം എന്ന് പറഞ്ഞ പുതിയ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇന്ന് തന്നെ വൈകിട്ട് ഒരു വലിയ സിനിമയുടെ വിജയാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു നല്ല നിമിത്തമായിട്ട് ഞാനിതിനെ കാണുന്നു.